മഴ ശക്തമായതോടെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. റോഡരികിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, മഴ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കി. ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ. മഴ ശക്തമായതോടെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. റോഡരികിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ കനക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കി. ഉരുൾപൊട്ടലിനും മറ്റും സാധ്യതയുള്ള മേഖലയാണ്. ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം മഴ ശക്തമാവുന്ന സാഹചര്യം. മഴ മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. വ്യാഴാഴ്ച വരെ ഇത്തരത്തിൽ മഴ നീളുമെന്നുള്ള മുന്നറിയിപ്പും അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിക്കുന്ന സാഹചര്യം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലെന്നും കൂടി മുന്നറിയിപ്പ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇടുക്കിയിൽ മാത്രമല്ല, മലബാർ മേഖലയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തുമടക്കം നിരവധി സ്ഥലങ്ങളിൽ മഴ മൂലം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടും അത്തരത്തിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴങ്ങി വീഴുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ചില സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൃത്യമായ ജാഗ്രത പുലർത്തണം. ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ പോകരുതെന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, തുടരാം. ഇടുക്കിയിൽ നിലവിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹൈറേഞ്ച് മേഖലയിലും ലോ റേഞ്ച് മേഖലയിലും എല്ലാം തന്നെ ശക്തമായ മഴ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നിലവിൽ ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. നിലവിൽ രാത്രികാല യാത്രയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഹൈറേഞ്ച് മേഖലയിലേക്ക്, മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ ഈ വഴിയരികിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നത്. ശക്തമായ മഴ ഉള്ളത് കൊണ്ട് തന്നെ പൊടുന്നനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചെറു വെള്ളച്ചാട്ടങ്ങളിലും റോഡ് സൈഡുകളിലുള്ള വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ രാത്രികാല യാത്രാ നിരോധനം അത് പ്രധാനമായും ഈ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാത്രികാല യാത്രാ നിരോധനം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലെല്ലാം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളും അതുപോലെ തന്നെ മറ്റ് റവന്യൂ അധികൃതരെല്ലാം തന്നെ കടുത്ത ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ആ മേഖലയിലുള്ള ആളുകളും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിലും ജില്ലയിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഇടുക്കി ജില്ലയിലുള്ളത്.